എൻ്റെ പേര് മേരി ലിൻസി. ഇവിടെ കുറച്ചടുത്ത് കാട്ടൂരെന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ ഒരു 20 കൊല്ലത്തിന് മുൻപെയാണ് ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് കേൾക്കുന്നത്. ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ മറ്റുള്ളവരെന്നോട് പറയും, നീ അമ്മയുടെ അടുത്ത് പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 20 കൊല്ലമായി. പക്ഷെ ഞാനത് എന്തോ അങ്ങനെ കേൾക്കുന്നത് കണക്കിലെടുത്തിട്ടില്ല. പക്ഷേ ഒരു കൊല്ലത്തിന് മുൻപേ ശരിക്കും മാതാവ് എന്നെ ഇവിടെ എത്തിച്ച് അതിന് തക്കതായ ഒരു കാരണം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ എൻ്റെ ഈ 2 വിരലുകൾ നല്ല നീരായിട്ട് കൈ അനക്കാൻ പറ്റാത്ത വേദന. പിറ്റേ ദിവസം അത് റൈറ്റ് ഹാൻഡായി. അതിൻ്റെ പിറ്റേ ദിവസം കാൽമുട്ട്, പിന്നെ അത് റൈറ്റിലേക്ക്, പിന്നീട് അങ്ങോട്ട് മൊത്തം നീരായി. മുഖം ഉൾപ്പെടെ ശരീരാസകലം നീരായി. പനി, കണ്ടിന്യൂസ് പനി, ശരീരാസകല റാഷസ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ റാഷസ് ചൊറിച്ചിലായി. അങ്ങനെ ഡോക്ടറെ കണ്ട് അവർ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഈ സിംറ്റംസ് പലതിൻ്റെയും ലക്ഷണമായതുകൊണ്ട് അവർക്ക് ഒന്നും തീർത്ത് കൽപ്പിക്കാൻ പറ്റുന്നില്ല, ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം വരെ ആൻറ്റിബോഡി ടെസ്റ്റിലേക്ക് പോയി. എക്സ്പെൻസീവാണത് വളരെ. പക്ഷേ എല്ലാവിധ ടെസ്റ്റുകളും ചെയ്ത അവസാനമാണത് ഒരുതരം റൊമറ്റോയിഡിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്നും സ്റ്റിൽ ഡിസീസ് ആണെന്നും ഒക്കെ ഡോക്ടർമാർ പറഞ്ഞ്. അങ്ങനെ സ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഗുളികയാണ് അതിന് ഒരു പരിഹാരമായിട്ട് കാണുന്നത്. അതിനോടൊപ്പം വേറെ കുറച്ച് ടാബ്ലറ്റ്സ്. ഈ സ്റ്റിറോയിഡ് 2 ആഴ്ച കൂടുതൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. പക്ഷേ അതിനുള്ള മരുന്ന് അതാണ്. പിന്നെ അതങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങി. കഴിച്ചുകൊണ്ടിരിക്കുക ഒരു 3-4 മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ബെഡിൽ നിന്നൊന്ന് താഴെ ഇറങ്ങാൻ പോലും പറ്റില്ല. ടോയ്ലറ്റിലേക്ക് നിന്നാണ് പോകുന്നത്. ബെഡിൽ വെച്ചിട്ടാണ് മൂത്രമൊക്കെ പാസ് ചെയ്യുന്നത്. സഹിക്കാനാവാത്ത വേദനയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, അത്ര വേദന. അപ്പം ഞാൻ ഈ മരുന്നുകളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കെ ഒരു 2-3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് കലശലായ. മുൻപൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു പിൻവിളിയായിരുന്നു എപ്പോഴും വരാൻ. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ദൈവഭയം ഉണ്ട്, ആത്മീയതയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഇവിടെ വരണം എന്നൊക്കെ എൻ്റെ മോള് പഠിക്കുന്ന കോളേജിൽ നിന്ന് വരെ അവരിങ്ങനെ പറഞ്ഞ എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃപാസനത്തിനടുത്ത് അപ്പോൾ പോകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, പോകത്തില്ലെന്ന് പറയുമ്പോൾ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു അതിശയം, ഇത്ര അടുത്തായിട്ട് പോലും പോയിട്ടില്ല. പിന്നെ എൻ്റെ റിലേറ്റീവ്സൊക്കെ ദൂരെയുള്ളവർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അപ്പോഴും ഒന്നും ഞാൻ ചെവിക്കൊണ്ടില്ല. പക്ഷേ എനിക്ക് ഈ മരുന്ന് കഴിച്ചൊരു 3-4 മാസത്തിന് ശേഷം ഉടമ്പടി എടുത്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഈ നീരും വേദനയും. അപ്പോൾ ഈ പനിക്ക് കണ്ടിന്യൂസ് 1 മാസത്തോളം പാരസെറ്റമോളും ഡൈക്ലോഫെനാക്കും പെയിൻ കില്ലറാണ്. അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അതൊക്കെ കഴിഞ്ഞാണ് രോഗം സ്ഥിരീകരിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. അപ്പോഴത്തേക്ക് ഒരു 4 മാസത്തിന് ശേഷം എൻ്റെ ഈ പനിയും വേദന നീരും ഒക്കെ മാറി. പെട്ടെന്ന് എനിക്ക് കണ്ണിനും മൂത്രത്തിനൊക്കെ നല്ല മഞ്ഞ കളറായി. അതിനു മുൻപായിട്ട് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞ് ഈ സ്റ്റിറോയിഡും മറ്റുള്ള ഗുളികളൊക്കെ ഭയങ്കര സൈഡ് എഫക്റ്റും ഒത്തിരി ദൂഷ്യങ്ങളുള്ള മരുന്നാണ്. അതുകൊണ്ട് നമുക്ക് ലൈഫ് ലോങ് അല്ല, കുറച്ച് നാളത്തേക്ക് ഈ മരുന്ന് എടുക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഈ മെഡിസിൻ, ഇംഗ്ലീഷ് മരുന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് ഒത്തിരി ഏറെ പാർശ്വഫലങ്ങളുണ്ടാവും മോളെ, നമുക്കത് ആയുർവേദത്തിൽ പോകാമെന്ന് പറഞ്ഞു. ആയുർവേദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഒരു 3 മാസം കഴിഞ്ഞ് അതിനുശേഷം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം മാറി. അതിനോടൊപ്പം എനിക്ക് ഡ്രഗ് അബ്യൂസ്മെൻ്റായിട്ട് വന്നതാണോ, ഈ പാരസെറ്റമോളൊക്കെ 1 മാസം കണ്ടിന്യൂസ് എടുത്തുകൊണ്ട് വന്നതാണോന്നറിയില്ല. മൂത്രത്തിനും കണ്ണിനും ഒക്കെ മഞ്ഞ കളറായി. അപ്പോൾ എൻ്റെ ഈ വേദനകളെല്ലാം ആയുർവേദം കഴിച്ചപ്പം മാറി എന്നുള്ള ഒരു ഇതാണ് എനിക്ക്. പിന്നെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും ഉടമ്പടി എടുത്ത കാര്യങ്ങൾ. അപ്പോഴേക്ക് ഈ ആയുർവേദം തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി ഞാൻ ഈ മഞ്ഞപ്പിത്തമായിട്ട് അവിടെ തന്നെ പോവുകയാണ് ചെയ്തത്. 7 point something ആയിരുന്നു അന്ന്. അപ്പോൾ ഒരു 3 ദിവസം കൊണ്ട്, അപ്പോൾ ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തപ്പോൾ 3 ദിവസം കൊണ്ട് അത് ഡബിളായി. 15.2, 16 മാക്സിമം. ഏതാനും പോയിന്റുകളിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്കത് വെന്റിലേറ്ററിൽ എന്നെ കയറ്റും. ആ ഒരവസ്ഥയിലായി. പക്ഷേ അതിന് തൊട്ട് മുൻപെന്നുള്ള അവസ്ഥയിൽ അമ്മ മാതാവ് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോൾ അവരൊക്കെ കൈയൊഴിഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ലിവർ സിറോസിസ് ആയി. ജീവൻ ഒരു രക്ഷയില്ല, അവർക്കാർക്കും ഒരു ഉറപ്പുമില്ല. അങ്ങനെ അവരെന്നെ ട്രിവാൻഡ്രത്തേക്ക് വിട്ട് അവിടെ ചെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ബിലിറൂബിനും ലിവറിനോടനുബന്ധിച്ചിട്ടുള്ള ടെസ്റ്റുകളൊക്കെ വളരെ പതിയെ ഒന്ന് കുറയാൻ തുടങ്ങി. ഞാൻ ഈ അസുഖമായി വണ്ടാനത്ത് ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ തന്നെ ഈ അമ്മ മാതാവിൻ്റെ ബുക്ക് എൻ്റെ നെഞ്ചിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല. ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുമ്പോൾ പോലും ഞാൻ മാറ്റത്തില്ലത്. പിന്നെ മരണം മുന്നിൽ കണ്ടാൽ ഞാൻ ജീവിക്കുന്നത്, കിട്ടത്തില്ല എന്നവർ ഉറപ്പ് പറഞ്ഞു. പക്ഷെ ഒരു പ്രത്യാശ എനിക്കുള്ളിലുണ്ട്, അമ്മ എന്നെ കൈവിടില്ല എന്നുള്ള.
അപ്പോൾ നമ്മൾ മരിക്കും മുമ്പ് 2 പെൺകുട്ടികളാണ്. അവരെക്കുറിച്ചുള്ള ആകുലതയും വിഷമവും ഒക്കെ എനിക്ക് എപ്പോഴും കൂടി വരിക, വളരെയേറെ ഭയം. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട്, ഹസ്ബൻഡിനോടാണേലും മോളും 20 വയസ്സുണ്ട്, അവളെ വിളിച്ചിട്ടൊക്കെ അവളോട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ മരിക്കും മുമ്പ് ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ഏർപ്പാടാക്കി കൊടുക്കണമല്ലോ, നമ്മുടേതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ. അങ്ങനെ അതുവരെയൊക്കെ ചെയ്തു. ഒത്തിരിയേറെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ഞാൻ ഈ മാതാവിൻ്റെ ബുക്ക് ഞാൻ രാവും പകലും റൗണ്ട്സിന് വരുമ്പോൾ പോലും ഞാൻ മാറ്റത്തില്ല. കിടക്കുമ്പോഴും എൻ്റെ നെഞ്ചിൽ ഈ ബുക്കുണ്ടാവും. ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും. ഒരു ലിവർ ഫങ്ഷൻ ഗുളിക കൊണ്ടാണ് പിന്നീട് ഞാൻ എൻ്റെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതൊരു 1-2 മാസത്തോളം ഞാനത് കഴിച്ചു. അവർ തിരുവനന്തപുരത്തു നിന്ന് കുറച്ച് ഒരുവിധം താഴ്ന്നു വന്നപ്പോഴേക്കും അവർ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ റെസ്റ്റിലാണ്. വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ ലിവർ ഫങ്ഷൻ്റെ ഗുളിക നിത്യം കഴിക്കാൻ തുടങ്ങി. 1 മാസമൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് മരുന്നാന്ന് അവരെന്നെ വീട്ടിൽ വിട്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ പതിയെ കുറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ അതിശയം, ഡോക്ടേഴ്സിന് പോലും വലിയ അതിശയം എൻ്റെ റിസൾട്ടൊക്കെ കാണുമ്പോൾ. അവർ കൈയൊഴിഞ്ഞ് അവർക്ക് യാതൊരു പ്രതീക്ഷയില്ലാതിരുന്നൊരു കേസാണിത്. ഇപ്പോഴും എല്ലാവർക്കും വളരെ അത്ഭുതമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരു രോഗസൗഖ്യം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഒരു പുനർജന്മമാണ് അമ്മ എനിക്ക് തന്നത്. അപ്പോൾ ഇതിലൂടെ എനിക്ക് വളരെയേറെ, എനിക്ക് എത്ര പറയും, എന്നെ കാണാൻ വരുന്നവരോടൊക്കെ ഞാൻ ആദ്യം എൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയുക. അത്രയേറെ എനിക്ക് മറക്കാനാവില്ല ജീവിതത്തിൽ എനിക്ക് 2ാം ജന്മം തന്ന എൻ്റെ അമ്മ മാതാവിനോട് ഉള്ള നന്ദിയും സ്നേഹവും. നിങ്ങൾ ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ അതനുസരിച്ച് ആത്മീയതയിലൂടെ നന്നായി ജീവിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ തമ്പുരാൻ തരും എന്നൊക്കെ ഞാൻ എല്ലാവരോടും ആദ്യം അത് പറഞ്ഞിട്ട് എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ പറയാറുള്ളൂ. ഇപ്പം സ്റ്റീറോയിഡ് ഒരു 10 കഴിഞ്ഞാൽ പിന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ളത് എനിക്ക് പിടിക്കുള്ളായിരുന്നു. 10 കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, അസുഖം വീണ്ടും ഫ്ലെയർ ചെയ്യും. പക്ഷേ ഇപ്പം ഞാൻ 40 തുടങ്ങി 20, 10, 5, ഇപ്പം 2.5-ലാണ്. ആ 2.5 എനിക്ക് എൻ്റെ ബോഡിയിൽ ഓക്കെയാണ്. ഞാൻ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ആ വലിയ ആ രോഗാവസ്ഥ അമ്മ എന്നിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നെ ഞാൻ ഉടമ്പടി വെച്ച സമയത്ത് എൻ്റെ മോൾക്ക് 5 വർഷമായി. പിന്നെ വേറെ 2-3 ആവശ്യങ്ങളൂടെ ഞാൻ വെച്ചതിലൊന്ന് 5 വർഷമായിട്ട് എൻ്റെ മോൾക്ക് ക്രമം തെറ്റി ആർത്തവമായിരുന്നു. അപ്പോൾ അത് PCOD ഉണ്ട്. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ, പ്രത്യേകിച്ച് BSc നഴ്സിംഗ് പഠിക്കുകയാണ്, അപ്പോൾ ഒരുപാട് സ്ട്രെസ് കൊടുക്കാൻ പാടില്ല, പുള്ളി ഒത്തിരി ഇറിറ്റേറ്റഡ് ആവും, ഹോർമോൺ ഗുളിയാണ് ഇതിന് കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞെങ്കിലും PCOD കൂടി ഉള്ളതുകൊണ്ട് നമുക്കൊരു പേടി. മരുന്ന് ചെയ്തോളൂ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് 3 മാസം മരുന്ന് ചെയ്തു. സെക്കൻഡ് ടൈം പിന്നെയും 3 മാസം ചെയ്തു, സ്കാൻ ചെയ്ത് മാറ്റമില്ല. വീണ്ടും 3 മാസം, അങ്ങനെ 1 വർഷത്തോളം ആ മരുന്ന് അവൾ കഴിച്ചു. ഡെയിലി കഴിക്കണം. അതിൻ്റെതായ ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടായിരുന്നു, മാനസികമായും ശാരീരികമായും, ഹോർമോൺ ഗുളിയായതുകൊണ്ട്. പക്ഷേ ഈ 1 കൊല്ലം മരുന്നെടുത്തിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. 3-4 സ്കാനും അതിനിടയ്ക്ക് ചെയ്തു. പക്ഷേ ഇപ്പം എൻ്റെ മോൾക്ക് വളരെ റെഗുലറായിട്ട് ഒരു ഇതും കൂടാതെ കൃത്യ ഡേറ്റിന് അത് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഒരു തൊഴിൽ മേഖലയിലേക്ക് പോകാനുള്ളൊരു വലിയൊരു മടി ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ അമ്മ എനിക്കത് മാറ്റിത്തന്നു. അതാണ് എനിക്ക് ആദ്യമായി കിട്ടുന്ന അനുഗ്രഹം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഉടമ്പടിയിലായിരിക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഒരുപാട് പൈസയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വിഷമിക്കുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടും. പക്ഷെ ആ സമയത്ത് എനിക്കൊരു പരിഹാരവുമായി ഏതെങ്കിലും വഴി ഒക്കെ എനിക്ക് അത് സാധിച്ചു തരുന്നുണ്ട്. പറഞ്ഞു തീരാത്ത നന്ദിയുണ്ട് അമ്മ മാതാവിനോട്. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇനി ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ഈ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് ആ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്കത് ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുമെന്ന് എനിക്ക് നിങ്ങളോട് ആവർത്തിച്ച് പറയുവാനാണ് ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ രീതിയിൽ എന്നെക്കൊണ്ട് ഞാൻ ഒത്തിരി ഫിനാൻഷ്യലി വലിയ സെറ്റപ്പൊന്നും അല്ല, പക്ഷേ ഒരു സാധാരണ നോർമൽ ഫാമിലിയാണ്. അപ്പോൾ എന്നാലാവുന്ന വിധം ഞാൻ എൻ്റെ അടുത്തുള്ളവർക്ക് ഫുഡായിട്ടും വസ്ത്രങ്ങളായിട്ടും അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നുകൊണ്ട്, എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെ